ഹലോ അങ്കിളെ. ആരാ? മനസ്സിലായില്ല. ഇത് ഞാനാ, അഖില. ഏത് പഞ്ചരത്നത്തിൽ അഖിലേ? അതെ അങ്കിളെ. നീ എന്തിനാണ് എന്റെ ഫോണിൽ വിളിച്ചത്? പഴയ കാര്യം പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്താനോ? മേലിൽ എന്റെ വിളിച്ചു പോകരുത്. അയ്യോ അങ്കിളെ, കട്ട് ചെയ്യല്ലേ. കട്ട് ചെയ്യാതെ പിന്നെ നിന്നോട് സംസാരിക്കുന്നതിന് എനിക്ക് പേടിയാ. വച്ചിട്ട് പോടി. പ്ലീസ് അങ്കിളെ, അങ്കിൾ എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ. അന്നത്തെ കാര്യങ്ങളുടെ പേരിൽ അങ്കിളിനോട് സോറി പറയാനാ ഞാനിപ്പോ വിളിച്ചേ. സോറി അങ്കിളെ. സോറി പറഞ്ഞാ അതെനിക്ക് കലാവതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദന മാറും. അല്ല, അന്ന് ഞാൻ അവിടെ വന്നപ്പോ അങ്കിള് വാതിലടച്ച് കുറ്റിയിട്ടില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പേടിച്ചത്. അല്ലാതെ എനിക്ക് അങ്കിളിനെ ഇഷ്ടമല്ല എന്നിട്ടാണോ? ഇവളെന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്കിളിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. അതിരിക്കട്ടെ, അഖിലമോൾ എന്തിനാ ഇപ്പൊ വിളിച്ചത്? അതെ, ഞാൻ ഈ ഫോൺ വിളിക്കുമ്പോഴേ അങ്കിള് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പച്ചി അടുത്തൊന്നും ഇല്ലല്ലോ. അവൾ അടുക്കളയിലൂടെയുണ്ട്, മോള് പറ. അല്ല, ഞാൻ അങ്കിളിനെ വിളിച്ചതും സംസാരിച്ചതൊന്നും അപ്പച്ചി അറിയാൻ പാടില്ല. ഇല്ലില്ല, ഞാൻ അവളോട് പറയില്ല. ഞാനൊരു കാര്യം പറഞ്ഞ അങ്കിള് കേക്കോ? നീ പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അമൃതേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് അങ്കിള് വരുമോ? നീ എന്താ കലാവതിയെ കൊണ്ട് എന്നെ തല്ലിക്കാനാണ് വിളിക്കുന്നത്? അയ്യോ, കലയമേ കൊണ്ട് തല്ലിക്കാനല്ല, സംസാരത്തിലൊരു വശപ്പിശ കണ്ടല്ലോ. അയ്യോ ഒന്നുമില്ല അങ്കിളെ, ഇവിടെ ഉള്ളവരുടെയും അപ്പച്ചിയുടെ ഒക്കെ തീരുമാനം അങ്കിളിനെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കണ്ടെന്നാ. പക്ഷേ അങ്കിള് വരണം, ഞാൻ ക്ഷണിക്കുവാ. അങ്കിളിന്റെ കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ കാരണമല്ലേ അങ്കിളിന് പേരുദോഷവും നാണക്കേടും ഉണ്ടായേ. അഖിലമോള് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നു, അങ്കിൾ ഉറപ്പായിട്ടും വരണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ച പോരാ, അങ്കിള് വന്നേ പറ്റൂ. എനിക്കെന്റെ സോമനങ്കിളിനെ അത്രക്കിഷ്ട. ഐ ലവ് യു. I love you too. പാവം കുട്ടി, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.